വെൽക്കം ടു ദി വിന്യാസ് അക്കാഡമി. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് NIOSന്റെ ഇംഗ്ലീഷിലെ 13th ലെസൺ ആയ ഇഫ് എന്ന ചാപ്റ്ററാണ്. ഇതില് കഥ പറയുന്നത് അർജുനന്റെ ഒരു യാത്രയാണ് ഈ കഥയിൽ വിശദീകരിക്കുന്നത്. അർജുനൻ +2 വിദ്യാർത്ഥിയാണ്. സ്കൂൾ ലീഡർ ഇലക്ഷനിൽ അവൻ മത്സരിച്ചു. പക്ഷേ അവസാന നിമിഷം അവന്റെ അടുത്ത സുഹൃത്ത് അവനെതിരെ നിന്നു. മറ്റുള്ളവർ അർജുനനെ കുറ്റപ്പെടുത്തി. നീ നല്ലവനല്ല എന്ന് പറഞ്ഞു. ക്ലാസ്സിലെ പലരും പേടിച്ച് പിന്മാറി. പക്ഷേ അർജുനൻ പേടിച്ചില്ല. അച്ഛൻ നേരത്തെ പറഞ്ഞ ഇഫ് എന്ന കവിതയിലെ വരികൾ അവൻ ഓർത്തു. എല്ലാവരും പേടിക്കുമ്പോൾ നീ ശാന്തനായിരിക്കുക. അവൻ തോറ്റു. പക്ഷേ അർജുനൻ അവരോട് വെറുപ്പ് കാണിച്ചില്ല. ജയവും തോൽവിയും രണ്ടു വചകമാണ് എന്നവൻ സ്വയം പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അവൻ തന്റെ തോൽവിക്ക് കാരണം കണ്ടുപിടിച്ച് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ ഒരു വലിയ പ്രശ്നം നടന്നു. പ്രിൻസിപ്പാൾ പോലും പരിഭ്രാന്തനായി. അപ്പോൾ അർജുനൻ മുന്നോട്ട് വന്ന് ശാന്തമായി പരിഹാരം പറഞ്ഞു. അവന്റെ വിനയവും ധൈര്യവും കണ്ട് എല്ലാവരും അവനെ ബഹുമാനിച്ചു. രാജാവിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ സ്കൂളിലെ ആയയോടും അവൻ ഒരേ ബഹുമാനത്തോടെ സംസാരിച്ചു. ഓരോ നിമിഷവും അവൻ പാഴാക്കിയില്ല. വർഷാവസാനം അർജുനൻ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കിട്ടി. പ്രിൻസിപ്പാൾ പറഞ്ഞു, നീ ഇന്ന് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി മാറി. ക്ഷമ, ആത്മവിശ്വാസം, വിനയം, കഠിനാധ്വാനം, ഇതാണ് ഈ കഥയിലെ പൊരുൾ എന്ന് പറയുന്നത്.